അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള ലോവേസ്റ്റ് ഫ്രോക്കിൻ്റെ പാറ്റേൺ വെച്ചുകൊണ്ട് എങ്ങനെ ലോവേസ്റ്റ് ഫ്രോക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പം നമ്മൾ ആ ഒരു പാറ്റേൺ മേക്ക് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലിലൊന്ന് പോയി നോക്കൂ കേട്ടോ. ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു വീഡിയോ ഇവിടെ മെൻഷൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ആ ഒരു വീഡിയോ പോയി കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ്. അതായത് നമ്മൾ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ബേസിക്സ് മുതൽ തിയറി ക്ലാസ്സസ് മുതൽ തന്നെ നമ്മൾ ഓരോ എപ്പിസോഡ്സ് ആയിട്ടും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇറ്റ്സ് മീ ഫർഹാന ഷിഹ. വെൽക്കം ടു ലിറിയ ഫാഷൻസ്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ക്ലോത്തൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പാറ്റേൺ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ കട്ട് ചെയ്തേക്കുന്നത്. പിന്നെ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ നമ്മുടെ പാറ്റേണിനനുസരിച്ചിട്ട് നമ്മുടെ ലോവേസ്റ്റ് ഫ്രോക്കിനുള്ള പീസസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കട്ടിങ് വീഡിയോ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം നമ്മൾ കട്ടിങ് വീഡിയോ കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒരുപാട് ലോങ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കട്ടിങ് വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നമ്മൾ നോർമലി പാറ്റേൺ വെച്ചിട്ട് കട്ട് ചെയ്യുന്ന വീഡിയോ നമ്മൾ മുന്നേ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ഇതും കട്ട് ചെയ്തേക്കുന്നത്. ഇതിൽ നമ്മൾ കുറച്ച് എക്സ്ട്രാ പീസസ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എന്തിനൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്തത് നമ്മുടെ ബോഡി പാർട്ടാണ്. അപ്പോൾ ബോഡി പാർട്ടിൽ ഇത് ബാക്ക് പാർട്ടാണ്. ഇത് ബാക്ക് പാർട്ടാണ്. ബാക്ക് പാർട്ടിൽ നമ്മൾ ഫേസിങ് മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ ഒരു പീസ് വേറെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫേസിങ് പീസ് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുക എന്നൊക്കെ ഉള്ളത് നമ്മൾ പെറ്റിക്കോട്ട് ചെയ്ത വീഡിയോയിലാണെന്ന് തോന്നുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കൂ കേട്ടോ. നമ്മളൊന്നുമില്ല, ഈ ഒരു നെക്കിൻ്റെ മെഷർമെൻറ്റ് സെയിം മെഷർമെൻറ്റിൽ തന്നെ നമ്മൾ വേറൊരു പീസ് കട്ട് ചെയ്തെടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പം ബാക്ക് പാർട്ടിന് വേണ്ടിയിട്ടുള്ള ബാക്ക് പാർട്ടും അതുപോലെ തന്നെ ഒരു ഫേസിങ് പീസും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ ചെറിയൊരു പാറ്റേണിൽ ചെറിയൊരു ഡിഫറൻസ് വരുത്തിയിട്ടുണ്ട്. നെക്കിലാണ് കേട്ടോ നമ്മൾ ഡിഫറൻസ് വരുത്തിയിരിക്കുന്നത്. നമ്മളെപ്പോഴും റൗണ്ട് നെക്കാണല്ലോ ചെയ്യാറുള്ളത്. അപ്പം ഇപ്രാവശ്യം നമ്മൾ വി നെക്കാണ് ചെയ്യുന്നത്. അപ്പം വി നെക്ക് ചെയ്യുമ്പം നമ്മൾ നോർമലി ഫേസിങ് മെത്തേഡാണ് ചൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഫേസിങ് മെത്തേഡ് ചൂസ് ചെയ്തേക്കുന്നത്. അപ്പം നമ്മൾ ഫേസിങ് ചെയ്യാനായിട്ടൊരു എക്സ്ട്രാ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കട്ട് ചെയ്തേക്കുന്നത് നമ്മുടെ സ്കേർട്ട് പോർഷൻസ് ആണ്. അപ്പം ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും വേണ്ടിയിട്ട് രണ്ട് സ്കേർട്ട് പോർഷൻസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന്, ഇത് രണ്ട്. അപ്പോൾ രണ്ട് സ്കേർട്ട് പോർഷൻസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെയുള്ള കാര്യങ്ങൾ നമ്മൾ എക്സ്ട്രാ കട്ട് ചെയ്തതാണ് കേട്ടോ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കാം. ഞാൻ ബാക്കിൽ നമ്മുടെ ലോവേസ്റ്റ് ഫ്രോക്കിൻ്റെ ബാക്കിൽ ചെറിയൊരു വള്ളി പോലെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്ത പീസാണിത് കേട്ടോ. ഇത് എത്ര ഇഞ്ച് ഉണ്ട് എന്നുള്ളത് ഞാൻ മെഷർ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, നമ്മളിത് 34 ഇഞ്ച് ഉണ്ട് കേട്ടോ ലെങ്ത്ത് വരുന്നത്. വിഡ്ത്ത് പിന്നെ നമ്മൾ 3 ഇഞ്ചസ് ആണ് വരുന്നത്. അപ്പം ഞാൻ 34 ഇഞ്ച് എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വലിയ ബോ ആയിട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ ബാക്കിലൊക്കെ ടൈ ചെയ്ത് വെക്കുന്നത് വലിയ ബോ ആയിട്ട് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ലെങ്ത്തിൽ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 15 അല്ലെങ്കിൽ ഒരു 16 ഇഞ്ചസൊക്കെ എടുത്താൽ മതി. ഇനി നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. എനിക്ക് കുറച്ച് വലുതാക്കിയിട്ട് ബോ ചെയ്തെടുക്കുന്നത് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ 34 ഇഞ്ചസിൽ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് പീസ് എക്സ്ട്രാ ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാനത് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ നമ്മൾ വള്ളി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ 4 പീസസാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. 2 സൈഡിലോട്ടും 2 വള്ളി വെച്ചിട്ട് നമ്മൾ 4 പീസസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്തേക്കുന്നത് ഒരു ബോ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 6.5 ഇഞ്ചാണ്. അതുപോലെ വിഡ്ത്ത് വരുന്നത് 4 ഇഞ്ചാണ്. അപ്പം ഇതൊക്കെ ഞാൻ ഏകദേശം ഒരു മെഷർമെൻറ്റിൽ കട്ട് ചെയ്തെടുത്തതാണ്. ഞാൻ മെഷറിംഗ് ടേപ്പ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വലിയ ബോ വേണമെന്നുണ്ടെങ്കിൽ ഇതിലും കൂടുതൽ മെഷർമെൻറ്റ്സ് എടുക്കാം, അല്ല ചെറുത് മതി എന്നുണ്ടെങ്കിൽ ഇതിൽ കുറഞ്ഞ മെഷർമെൻറ്റിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഞാനിത് നമ്മൾ ബോ ആക്കിയതിന് ശേഷം ഇവിടെ ഒന്ന് ടൈ ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു കുഞ്ഞു പീസ് കൂടി എടുത്തിട്ടുണ്ട്. ഇതിന് നമ്മൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മളിതിൽ
ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മൾ പറയാം. അപ്പം നമുക്ക് നമ്മുടെ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നമ്മുടെ നെക്ക് തന്നെയാണ് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. നമ്മളെല്ലാത്തിലും നമ്മൾ നെക്ക് തന്നെയാണ് ഫിനിഷ് ചെയ്തെടുക്കാറുള്ളത് അല്ലേ. അപ്പം നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ഈ ഒരു ഫേസിങ് പീസിൻ്റെ 3 സൈഡും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 3 സൈഡും നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സൈഡ് അതുപോലെ ഈ സൈഡ് ഒന്ന് ഫോൾഡ് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു ബോഡി പാർട്ടിൻ്റെ റൈറ്റ് സൈഡ് എടുത്ത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ചെയ്തേക്കുന്ന ഈ ഒരു ഫേസിങ് പീസ് ഉണ്ടല്ലോ, ഈ ഒരു ഫേസിങ് പീസിൻ്റെ റൈറ്റ് സൈഡ് നമ്മുടെ ബോഡി പാർട്ടിൻ്റെ റൈറ്റ് സൈഡുമായിട്ട് ഫേസ് ടു ഫേസ് ആക്കി വെക്കുക. എന്നിട്ട് നമ്മൾ നോർമലി ചെയ്യാറുള്ളത് പോലെ തന്നെ ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ചെയ്യട്ടെ. ഓക്കെ, നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളെപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ചെറിയ ചെറിയ നോച്ചസ് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഓക്കെ, നോച്ചസ് ഇട്ടതിന് ശേഷം നമുക്കിത് ഇതുപോലെ ഒന്ന് മറിച്ചു കൊടുക്കാം. നമ്മുടെ ഈ ഒരു ഫേസിങ് പീസ് ഉള്ളിലോട്ട് ഇതുപോലെ മറിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ ഈ ഒരു എൻഡിലൂടെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മുടെ ബാക്ക് നെക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് നെക്കും ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രണ്ട് പാർട്ടും ഇതുപോലെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ബാക്ക് പാർട്ടും ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നോർമലി ചെയ്യാറുള്ളത് നമ്മൾ ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നമ്മളിങ്ങനെ വെച്ച് ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കും. പക്ഷെ നമ്മൾ ഈ ഒരു ഗാർമെൻറ്റിൽ അങ്ങനെ ചെയ്യുന്നില്ല. പകരം നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് നമ്മുടെ സ്കേർട്ട് പോർഷന് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിതിൽ ഷോൾഡർ ഏറ്റവും ലാസ്റ്റേ നമ്മൾ ജോയിൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ പിന്നീട് പറയാം. അപ്പം നമ്മളിനി സ്കേർട്ട് പോർഷൻസ് ജോയിൻ ചെയ്തെടുക്കുകയാണ്. നമ്മുടെ ബോഡി പാർട്ടിലോട്ട് സ്കേർട്ട് പോർഷന് ജോയിൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ നമ്മുടെ ബാക്ക് പാർട്ട് ഏതെങ്കിലും ഒരു പാർട്ട് എടുക്കുക. എന്നിട്ട് ഒരു സ്കേർട്ട് പോർഷൻ എടുക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തേക്കുന്നത് ഇങ്ങനെയാണല്ലോ. ഇതിൻ്റെ സെൻറ്റർ പോർഷന് നമ്മളൊന്ന് ഈ ഒരു സ്കേർട്ട് പോർഷൻ്റെ സെൻറ്റർ പോർഷന് നമ്മളൊന്ന് നോച്ച് ഇട്ട് കൊടുക്കുക. ഓക്കെ, നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തേക്കുന്നത് അല്ലേ. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ടാണ് നമ്മൾ കട്ട് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ സെൻറ്റർ പോർഷന് ജസ്റ്റ് ഒന്ന് ഞാനൊരു കട്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്കറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി പാർട്ട് ഇതുപോലെ നിർത്തി വയ്ക്കുക. എന്നിട്ട് നമ്മുടെ സ്കേർട്ട് പോർഷൻ ഉണ്ടല്ലോ, സ്കേർട്ട് പോർഷൻ്റെ സെൻറ്റർ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് സെൻറ്ററായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു സെൻറ്റർ പോർഷന് നമ്മൾ ബോഡി പാർട്ടും അതുപോലെ തന്നെ സ്കേർട്ട് പാർട്ടും ഫേസ് ടു ഫേസ് ആയിട്ടാണ് വെക്കേണ്ടത്. അതായത് ബോഡി പാർട്ടിൻ്റെ നല്ല വശവും സ്കേർട്ട് പാർട്ടിൻ്റെ നല്ല വശം ഇതുപോലെ വരുന്ന രീതിയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു സെൻറ്റർ പോർഷൻ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. സെൻറ്റർ പോർഷൻ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സെൻറ്റർ പോർഷന് നമ്മൾ ഈ ഒരു ബോഡി പാർട്ടിൻ്റെ സെൻറ്റർ ഉണ്ടല്ലോ, നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് വന്നിട്ട് വി പോലെ കട്ട് ചെയ്ത് വന്നതിൻ്റെ ആ ഒരു എൻഡിങ് പോയിന്റ് ഉണ്ടല്ലോ, നമ്മൾ സെൻറ്റർ പോർഷന് ആ ഒരു വിയുടെ ആ ഒരു എന്താ പറയുക, നമ്മൾ ഈ ഒരു ബോഡി പാർട്ടിൻ്റെ വി പോലെയാണല്ലോ നമ്മൾ കട്ട് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു അറ്റത്ത് നമ്മൾ ഈ ഒരു നമ്മൾ സെൻറ്റർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ഭാഗം ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്കേർട്ട് പോർഷന് ഡബിൾ ആയിട്ടാണ് എടുത്തേക്കുന്നത്. അതായത് നമ്മൾ റഫിൾസ് ഇട്ട് കൊടുക്കണം. അപ്പം ഇതുപോലെ റഫിൾസൊക്കെ ഇട്ട് കംപ്ലീറ്റ് ആയിട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കുഞ്ഞു കുഞ്ഞു റഫിൾസ് ഇടുക കേട്ടോ. ഞാനിപ്പം നിങ്ങൾക്ക് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്
ഇതുപോലെ കുഞ്ഞു കുഞ്ഞു റഫിൾസൊക്കെ ഇട്ട് കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു പോർഷന് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യുക. അതിന് ശേഷം പിന്നെ നമ്മളിവിടെ നിർത്തി ത്രെഡ് കട്ട് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഞാനിനി സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം, അപ്പം നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുമല്ലോ. ഓക്കെ, നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ചെയ്തപ്പം ഇങ്ങനെയാണ് നമുക്ക് വന്നേക്കുന്നത്. അപ്പം നമ്മൾ ഇനി ഇതൊന്ന് അയൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആവും കേട്ടോ. അപ്പം നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ കറക്റ്റ് ആ ഒരു വി ഷേപ്പിൽ നമ്മൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ താഴത്ത് നമ്മൾ റഫിൾസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫ്രണ്ട് പാർട്ടാണിത്, ബാക്ക് പാർട്ടും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മളിതൊന്ന് അയൺ ചെയ്ത് കഴിഞ്ഞാൽ പക്കയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ വള്ളി നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വള്ളി ഫസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ റൈറ്റ് സൈഡും ഫേസ് ടു ഫേസ് ആക്കി വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു സൈഡ്, അതുപോലെ താഴ്ഭാഗം ഇവിടെ, അതുപോലെ ഈ ഒരു സൈഡ്, ഈ ഒരു 3 സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പം എന്നിട്ട് നമ്മൾ ഈ ഒരു പോർഷനിലൂടെ വേണം നമ്മളത് മറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വള്ളി ചെയ്യുന്നത് എല്ലാവർക്കും അറിയായിരിക്കും, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം നമുക്ക് 2 വള്ളിയും അതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ 2 വള്ളിയും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു സൈഡും അതുപോലെ തന്നെ ഈ ഒരു സൈഡും നമ്മളിങ്ങനെ കോണായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു സൈഡും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സൈഡുമാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല കേട്ടോ. ഇതിലൂടെയാണ് നമ്മൾ ഇനി മറിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഈ ഒരു പോർഷനിൽ എക്സസ് ആയിട്ട് വന്നിട്ടുള്ള പീസസൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു കോർണർ പോർഷന് നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ മറിച്ചിടുന്ന ടൈമിൽ ആ ഒരു പോർഷന് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടുള്ളൂ. എന്നിട്ട് നമുക്കിതിങ്ങനെ ഉള്ളിലോട്ട് മറിച്ച് കൊടുക്കാം. ഇതെല്ലാവർക്കും അറിയായിരിക്കും, പക്ഷേ നമ്മുടെ ക്ലാസ്സിൽ ഒരുപാട് ബിഗിനേഴ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഓരോ ചെറിയ കാര്യങ്ങളാണെങ്കിൽ കൂടി നമ്മളത് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് മറിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ മറ്റേ പീസും മറിക്കാം. എന്നിട്ട് ഇതൊന്ന് അയൺ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ, നമുക്ക് കറക്റ്റ് ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് പോർഷൻ ഉണ്ടല്ലോ, ബാക്ക് പോർഷൻ എടുത്തിട്ട് നമ്മൾ ഈ ഒരു വേസ്റ്റ് പോർഷൻ വരുന്നുണ്ടല്ലോ, അതായത് നമ്മുടെ ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും കൂടെ ജോയിൻ ആവുന്ന ആ ഒരു പോർഷന്, ആ ഒരു പോർഷൻ്റെ എവിടെയായിട്ട് നമ്മളിത് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ബാക്ക് പോർഷനിലാണ് ചെയ്തെടുക്കേണ്ടത്. നമ്മുടെ ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും കൂടെ ജോയിൻ ആയി വരുന്ന ആ ഒരു പോർഷനിൽ ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കൂടെ സൈഡ് ജോയിൻ ചെയ്യുമ്പം അത് ഓക്കെ ആയിട്ട് അവിടെ നിൽക്കും. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലും നമ്മൾ 2 വള്ളി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ഈ ഒരു സൈഡിലും അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, നമ്മൾ ബാക്ക് പോർഷനിൽ നമ്മൾ വള്ളി അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലും നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വള്ളി ഇതുപോലെ ഉള്ളിലോട്ട് വയ്ക്കുക, എന്നിട്ട് ഇതൊന്ന് നിർത്തി വയ്ക്കുക. ഓക്കെ, നമ്മൾ ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്രണ്ട് പോർഷന് ഫ്രണ്ട് പോർഷൻ്റെ റൈറ്റ് സൈഡ് ഇതുപോലെ ഫേസ് ടു ഫേസ് ആക്കിയിട്ട്, അതായത് ബാക്ക് പാർട്ടിൻ്റെ റൈറ്റ് സൈഡും ഫ്രണ്ട് പാർട്ടിൻ്റെ റൈറ്റ് സൈഡും ഇതുപോലെ ഫേസ് ടു ഫേസ് ആക്കി ഒന്ന് വയ്ക്കുക. എന്നിട്ട് നമ്മൾ എപ്പോഴും നമ്മൾ ഷോൾഡർ ആണല്ലോ ഫസ്റ്റ് ജോയിൻ ചെയ്തെടുക്കാറുള്ളത്, പക്ഷേ ഈ ഒരു ഗാർമെൻറ്റിൽ നമ്മളങ്ങനെ ചെയ്യുന്നില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 1 ഇഞ്ചാണല്ലോ സീം അലവൻസ് കൊടുത്തിരുന്നത്. ആ ഒരു 1 ഇഞ്ചിൽ ഇവിടെ മുതൽ നമ്മളിവിടെയാണല്ലോ ചെസ്റ്റ് ലൈന് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇവിടെയാണ് നമ്മൾ ചെസ്റ്റ് ലൈന് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ചെസ്റ്റ് ലൈന് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഇങ്ങനെ താഴത്തോട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ സൈഡ് ജോയിൻ ചെയ്യുമല്ലോ, അപ്പോൾ അതാണ് ചെയ്യുന്നത്. നമ്മൾ സ്ലീവൊക്കെ ഫിനിഷ് ചെയ്യുന്നതിന് മുന്നേ സൈഡ് ജോയിൻ ചെയ്തെടുക്കണം.
പിന്നീട് ഞാൻ സ്ലീവ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് പറയാം. അപ്പം ഈ ഒരു സൈഡ് ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു സൈഡും നമ്മുടെ ചെസ്റ്റ് ലൈൻ എവിടെയാണോ വരുന്നത് അവിടുന്ന് ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുക. പിന്നെ ജോയിൻ ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ 1 ഇഞ്ച് ആണല്ലോ സീം അലവൻസ് കൊടുത്തിരുന്നത്. അപ്പോൾ 1 ഇഞ്ചിൽ തന്നെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. നമ്മൾ ഈ ഒരു പോർഷനിൽ, സ്ലീവിൻ്റെ ഈ ഒരു പോർഷനിൽ ഫിനിഷ് ചെയ്തെടുക്കുന്നത് നമ്മൾ സ്ലിറ്റൊക്കെ ചെയ്യുമല്ലോ ചുരിദാറിൻ്റെ, ആ ഒരു സ്ലിറ്റൊക്കെ ചെയ്യുന്ന രീതിയിലാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് കറക്റ്റ് 1 ഇഞ്ച് സീം അലവൻസിൽ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സൈഡ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്, നമ്മൾ ചെസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു ചെസ്റ്റ് ലെങ്ത്തിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഓക്കെ, നമ്മൾ സൈഡ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്, ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് സ്ലീവാണ്. അപ്പം സ്ലീവ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സ്ലിറ്റ് ചെയ്യുന്ന അതേ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല സൈഡൊന്ന് ഇതുപോലെ മറിച്ച് വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഷോൾഡറും ജോയിൻ ചെയ്തെടുത്തിട്ടില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് ഇപ്പോൾ സ്ലീവിൻ്റെ ആ ഒരു പോർഷന്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ സ്ലീവിൻ്റെ പോർഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗത്താണ് നമ്മുടെ സ്ലീവ് വരുന്നത്. അപ്പം സ്ലീവ് നമ്മൾ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്ലിറ്റ് ചെയ്യുന്നത് പോലെയാണ്. അതായത് നമ്മൾ ഇങ്ങനെ വരുമ്പം ഈ ഒരു പോർഷന് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക, ഹാഫും ആക്കിയിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വന്നതിന് ശേഷം, സ്ലീവിൻ്റെ പോർഷനാട്ടോ ഞാൻ കാണിക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഹാഫുമായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്ലീവിൻ്റെ ആ ഒരു എൻഡ് പോർഷൻ ഉണ്ടല്ലോ, അതാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഇവിടെ മുതലാണ് നമ്മൾ ഷേപ്പ് കൊടുത്തേക്കുന്നത്. അതായത് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കൂടെ ജോയിൻ ചെയ്തേക്കുന്നത് ഈ ഒരു പോർഷൻ മുതലാണ്, നമ്മുടെ ചെസ്റ്റ് ലെങ്ത്ത് മുതലാണല്ലോ. അപ്പോൾ ആ ഒരു ചെസ്റ്റ് ലെങ്ത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത്, ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് പിന്നെ ഇവിടുന്ന് ഇങ്ങനെ വരിക. ഓക്കെ, നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇതുപോലെ ഹാഫ് ആൻഡ് ഹാഫ് ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരിക. എന്നിട്ട് ഈ ഒരു പോർഷൻ എത്തുമ്പം നമ്മൾ ജോയിൻ ചെയ്ത് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കൂടി ജോയിൻ ചെയ്തല്ലോ, ആ ഒരു പോർഷൻ എത്തുമ്പം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഈ ഒരു സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ജോയിൻ ചെയ്ത ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതായത് ചെസ്റ്റ് ലെങ്ത്ത് ഉണ്ടല്ലോ, ആ ഒരു പോർഷനേക്കാൾ ഒരു 1/4 ഇഞ്ചൊക്കെ താഴ്ത്തിയിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഇതും അതുപോലെ ഹാഫ് ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുപോകാം. ഓക്കെ, ഞാനിനി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതായത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, നമ്മൾ ചുരിദാറിൻ്റെയൊക്കെ സ്ലിറ്റ് ചെയ്യുന്ന സെയിം വേല തന്നെ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നു. നിങ്ങൾക്ക് കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇവിടുന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നു. എന്നിട്ട് ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് ഒരു സ്ക്വയർ പോലെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നു. ഓക്കെ, അപ്പം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ സ്ലീവ്. ഇങ്ങനെയായിരിക്കും നമ്മുടെ സ്ലീവ് ഉണ്ടായിരിക്കുക. ഓക്കെ, ഇങ്ങനെയായിരിക്കും നമ്മുടെ സ്ലീവ് ഉണ്ടായിരിക്കുക. ഇനി നമ്മളിതൊന്ന് അയൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആവും കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ഷോൾഡറും ജോയിൻ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ബോട്ടം പോർഷനും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മുടെ ഫ്രോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലോവസ്റ്റ് ഫ്രോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് നല്ല ലോങ് ആയിട്ടുള്ള വള്ളി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ സാധാരണയായിട്ടും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. നമുക്ക് ക്ലോത്ത് തികയും എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ചെയ്യുന്ന ഒരു കാര്യമാണിത്, ലോങ് ആയിട്ടുള്ള വള്ളി കൊടുക്കുക എന്നുള്ളത്. കാരണം നമ്മുടെ ഗാർമെൻറ്റിന് ഒരു പ്രീമിയം ലുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. നമ്മൾ നല്ല രീതിയിൽ ടൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ഇത്. ഈ ഒരു വള്ളി വെച്ചിട്ട് നമുക്കൊരു പ്രീമിയം ലുക്ക് നമ്മുടെ ഈ ഒരു ഗാർമെൻറ്റിന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം വലിയ വള്ളി തന്നെയാണ് എല്ലാ ഗാർമെൻറ്റിനും കൊടുക്കാറുള്ളത്. പിന്നെ നമ്മളിതിലൊരു ബോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബോ ഞാൻ ഈ ഒരു സൈഡിൽ കൊടുക്കാം എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ എനിക്കിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു വി ഷേപ്പിൽ വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ബോ വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ഭംഗി ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബോ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി മറ്റേതെങ്കിലും ഗാർമെൻറ്റ് ചെയ്യുമ്പം നമുക്കതിൽ ചെയ്ത് കൊടുക്കാം. അപ്പം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ
കമൻറ്റിലൂടെ ചോദിക്കുക. ഇത് ഞാൻ അയൺ ചെയ്തിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. ഞാനിപ്പം കാണിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ടൈം എന്ന് പറയുന്നത് രാത്രി 1 മണിയാണ്. അപ്പം നമ്മുടെ അയണിംഗ് ബോക്സും കാര്യങ്ങളൊക്കെ വേറെ റൂമിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പം അയൺ ചെയ്ത് കാണിക്കുന്നില്ല. ഈ ഒരു വീഡിയോയുടെ എൻഡിൽ ഞാനത് കാണിക്കാം കേട്ടോ, അയൺ ചെയ്തിട്ടുള്ളത്. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. നിങ്ങളും ചെയ്ത് നോക്കുക. എന്തെങ്കിലും ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ഓരോ ഡൗട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, നമ്മുടെ ലോ വേസ്റ്റ് ഫ്രോക്ക് ഞാനിവിടെ അയൺ ചെയ്ത് വന്നിട്ടുണ്ട്. അയൺ ചെയ്ത് വന്നപ്പോഴാണ് കേട്ടോ അതിൻ്റെ ഭംഗി കൂടുതൽ എടുത്ത് കാണിക്കുന്നത്. അപ്പം അയൺ ചെയ്തപ്പം നമുക്ക് ആ ഒരു ഷേപ്പ്, നമ്മുടെ ഈ ഒരു ലോ വേസ്റ്റ് ഫ്രോക്കിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഈ ഒരു വി ഷേപ്പാണല്ലോ, നമ്മുടെ വേസ്റ്റ് പോർഷനിൽ വരുന്ന ഈ ഒരു വി ഷേപ്പാണല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സ്ലീവൊക്കെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ ഇവിടെയൊക്കെ സ്റ്റിച്ച് ചെയ്തപ്പം നമുക്ക് അയണിങ് ചെയ്യുന്നതിന് മുന്നേ അത്രയൊക്കെ അങ്ങോട്ട് പെർഫെക്ഷൻ വന്നിരുന്നില്ല. പക്ഷെ നമ്മൾ അയൺ ചെയ്തപ്പം ഓക്കെ ആയി വന്നിട്ടുണ്ട്. അത് നമ്മൾ ഏതൊരു കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ അയണിങ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ഡിസൈനറിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അയണിങ് എന്ന് പറയുന്നത്. നമ്മൾ ഗാർമെൻ്റ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും അയൺ ചെയ്തിട്ട് വേണം അത് കസ്റ്റമറെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ അയണിങ് ചെയ്തപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ബോഡി പോർഷനൊക്കെ നമുക്ക് ഓക്കെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കേർട്ട് പോർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഓക്കെ ആയി വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ലോങ് ആയിട്ടുള്ള വള്ളിയാണ് നമ്മളിതിന് കൊടുത്തേക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ നമുക്കൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യം ഹെൽപ്പ് ചെയ്യും എന്നുള്ളത്. ഇതിപ്പം ഈ ഒരു ഗാർമെൻറ്റിൽ ഇതിപ്പോൾ ഒരു നോർമലി വെയർ ചെയ്യുന്നൊരു ഡ്രസ്സായിരിക്കും. പക്ഷേ നമ്മൾ ഫ്രോക്കൊക്കെ ചെയ്യുമ്പം ഇപ്പം നെറ്റിൻ്റെയൊക്കെ ഫ്രോക്ക്, അതുപോലെയൊക്കെ പാർട്ടി വെയർ ആയിട്ടുള്ള ഫ്രോക്സ് ഒക്കെ ചെയ്യുമല്ലോ. അപ്പം അതിലൊക്കെ നമ്മൾ കുറച്ച് വീതിയിൽ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ ഇതുപോലെ വള്ളിയൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ ടൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു പ്രീമിയം ലുക്ക് നമുക്ക് കിട്ടും. അപ്പം ഇതിലിപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. പിന്നെ ഞാൻ സ്റ്റിച്ചിങ് ടൈമിൽ പറയാൻ വിട്ടുപോയൊരു കാര്യം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ ഒരു ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും കൂടെ ജോയിൻ ചെയ്യുന്ന ടൈമിൽ നമ്മൾ സെൻറ്ററിൽ നിന്നാണല്ലോ സ്റ്റാർട്ട് ചെയ്തത്. അത് സെൻറ്ററിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങൾ ഇവിടെ നിന്നൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വന്ന് ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സെൻറ്ററിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോയി, പിന്നെ അവിടുന്ന് അതുപോലെ ഇങ്ങോട്ടേക്ക് വന്ന്, പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വേണം വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ലോ വേസ്റ്റ് ഫ്രോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കോ ആർക്കെങ്കിലും ഇതുപോലെ ചെയ്ത് നോക്കുക. നമ്മൾ എന്തൊരു കാര്യം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും എന്തൊരു കാര്യം നമ്മൾ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിലൊക്കെയുള്ള ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നമ്മുടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ വീഡിയോയിൽ വന്നിട്ടുള്ള കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്സോ എന്തെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യണം എന്നുള്ള സജഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങളുടെ കമൻറ്റിലൂടെയാണ് നമ്മൾ നമ്മുടെ വീഡിയോസ് കൂടുതൽ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.